ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് കൃത്യമായി വെളുപ്പിന് എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക. കുറച്ചാളുകളൊക്കെ കൃത്യമായി ഇക്കാര്യം ചെയ്യാറുണ്ട്, അവർക്ക് അതിൻ്റെ ഫലവും ലഭിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾക്കും കൃത്യമായി ഈ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സമയം ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരു 10 മിനിറ്റ് നാമം ജപിക്കാൻ സമയമില്ലാത്ത ആളുകൾ 24 മണിക്കൂറും ജോലി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ അവർക്ക് സമയമുണ്ടല്ലോ. അപ്പം വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്നതിനേക്കാൾ വലിയ പ്രയോറിറ്റിയാണോ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്ന് നമ്മൾ ആലോചിക്കും. ചില വീടിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു കുട്ടി, ഞാൻ കുംഭമേളയ്ക്ക് പോയി എന്ന് ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അതായത് ആ കുട്ടി ഒരു സ്ഥലത്ത് ഡാൻസ് പഠിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ ആ കുട്ടിയെ ആ ഡാൻസ് സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് പ്രയാഗ്രാജിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ മാത്രമല്ല, ആ ഒരു ഗ്രൂപ്പിനെ അവിടെ തിരുവാതിര നൃത്തം ചെയ്യിക്കുന്നതിനായിട്ട് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തൊക്കെയോ സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോകുന്നത്. 1 രൂപ ഇവർക്ക് ചിലവില്ല, ചെന്നാൽ മാത്രം മതി. ഈ കുട്ടിക്ക് വലിയ സന്തോഷമായി. ഈ കുട്ടി ഈ കാര്യം വീട്ടിൽ വന്ന് പറയുന്നു, ആ ഗ്രൂപ്പ് പോകുന്നുണ്ട്, ഇങ്ങനെ നമുക്ക് പൈസ ചിലവൊന്നുമില്ല, എനിക്കും പോകാം. പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാർ യാതൊരു കാരണവശാലും ഈ കുട്ടിയെ പോകാൻ സമ്മതിക്കുന്നില്ല. പോകണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഈ കുട്ടി ഈ കാര്യം എന്നോട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് പോകാൻ സാധിച്ചില്ല. വെറുതെ ഇരുന്ന് എന്നെ ഭഗവാൻ വിളിച്ചുകൊണ്ട് പോയി. ആഗ്രഹമുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുമോ എന്നുള്ള യാതൊരു വിദൂര സ്വപ്നം പോലുമില്ല. എൻ്റെ മുമ്പിലേക്ക് അവസരം തേടി വരികയായിരുന്നു. എല്ലാവരും സമ്മതിക്കുന്നു, ഞാൻ പോകുന്നു. പക്ഷേ ഈ കുട്ടിയുടെ കൈവെള്ളയിലേക്ക് ആ കാര്യം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ കുട്ടിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഈ കുട്ടി നിത്യവും നാമം ജപിക്കുന്ന കുട്ടിയാണ്, എനിക്കറിയാം. നന്നായി പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്, നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ജോലി നന്നായി ചെയ്യുന്ന കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ആരോടും ഒരു ഇച്ചി പോകുന്നൊരു വാക്ക് പറയാത്തൊരു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഇത്രയും നല്ലൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം, അത്ര നല്ല കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഭഗവാൻ കൊടുത്തില്ല. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, വിഷമിക്കണ്ട, ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ഭാഗ്യമായിരിക്കാം ഈശ്വരൻ താങ്കളെ തേടി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സമാധാനപ്പെടുത്തി. എന്നിട്ട് എൻ്റെ അനുഭവങ്ങളും കൂടെ പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടും ഭഗവാൻ അതൊന്നും എനിക്ക് നേടിത്തന്നില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്നു. അപ്പം നാമജപത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറയുന്നത്. കൃത്യമായി നമ്മൾ നാമം ജപിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് ചിലപ്പം നടത്തി തന്നില്ല എന്ന് വരാം. പക്ഷേ ഭഗവാന്റെ ഒരു കൈത്താങ്ങ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃത്യമായി ഭഗവാൻ നമ്മളെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ എല്ലാം കൈ പിടിച്ച് നടത്തി ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഒരു നല്ല നിലയിൽ എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുണ്ടാകാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടും നാമം ജപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വഴിപാട് നടത്തിയിട്ടും വ്രതമെടുത്തിട്ടും ഒന്നും തന്നെ ലഭിക്കാത്ത ചില കാര്യങ്ങൾ, അത് നഷ്ടപ്പെടാനുള്ളതാണ്, അതല്ലെങ്കിൽ അത് നമുക്ക് വിധിക്കാത്തതാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണോ ഭഗവാൻ വെച്ചിരിക്കുന്നത് ആ നന്മ നമുക്ക് നേടിത്തരുന്നതിന് നാമജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടാതിരുന്നത് അത് നമുക്ക് വിധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ കൃത്യമായി നാമം ജപിച്ച് ഭഗവാനെ വിളിച്ച് മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും നന്മകൾ നമ്മളെ തേടിയെത്തും. നമുക്ക് അർഹതപ്പെട്ട നന്മകൾ.
അപ്പോൾ നമ്മൾ വിചാരിക്കും സമയം കിട്ടുന്നില്ല, എനിക്ക് വെളുപ്പിനെ ഇരുന്ന് നാമം ജപിക്കാൻ പറ്റുന്നില്ല, സന്ധ്യയ്ക്ക് 10 മിനിറ്റ് ഇരുന്ന് നാമം ജപിക്കാൻ സാധിക്കുന്നില്ല, വീട്ടിൽ ഭയങ്കര ജോലിയാണ്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് താമസിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. ഒരുപാട് ആളുകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. എനിക്കും കറക്റ്റായിട്ട് സന്ധ്യാസമയത്ത് നാമം ജപിക്കാൻ പറ്റാറില്ല. കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സന്ധ്യ കഴിയാറുണ്ട് മിക്കപ്പോഴും. ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ചിലപ്പോൾ രാത്രി 10 മണിക്കായിരിക്കും, 11 മണിക്കായിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും. എപ്പോൾ കിട്ടുന്ന സമയത്തും ഞാൻ എൻ്റെ മനസ്സിൽ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നാരദരെ ഓർക്കണം. നാരദർ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത്, ഒരു യാത്ര ചെയ്യുന്നു, നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബസ്സിലായിരിക്കും പോകുന്നത്, അതല്ലെങ്കിൽ സ്വന്തം വണ്ടിയിലായിരിക്കും പോകുന്നത്. ആ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കണം. അതല്ലാതെ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ നാമം ജപിക്കുക. വെറുതെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഹരേ രാമ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ശിവഭക്തരാണെങ്കിൽ നമഃശിവായ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഏത് ഭഗവാനെയാണോ നമ്മുടെ നാവിൻ തുമ്പത്ത് ആദ്യം വരുന്നത് ആ നാമം നമ്മൾ എന്ത് ചെയ്യുക? ജപിച്ചുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ നക്ഷത്രക്കാരും ഏതൊക്കെ ദേവതകളെ ഭജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദേവതകളെ മനസ്സിൽ സ്മരിക്കുന്നതും അങ്ങേയറ്റം ഉത്തമമാണ്. എല്ലാ ദിവസവും ആ ദേവതകളെ നമ്മൾ ആ പേര്, ഭഗവാന്റെ പേര് ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ മതി. ഇപ്പം മുരുകനെ ആണെങ്കിൽ ഓം മുരുകായ നമ മുരുകായ നമ ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേ ഇരുന്നാൽ മതി. അതല്ലാതെ ഒരു വലിയ നാമം ഇരുന്ന് ജപിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പം ഭഗവതിയാണെങ്കിൽ അമ്മേ നാരായണ എന്ന നാമം ജപിച്ചാൽ മതി. ലളിതാ സഹസ്രനാമം ഇരുന്ന് ജപിക്കാൻ സമയമില്ലാത്തവർ നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ അമ്മേ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക, കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക, നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് പീരീഡ്സ് ആയിരിക്കുമ്പോഴും പുലയും ബാലായ്മയും ഒക്കെയുള്ള സമയത്തും ഒക്കെ നമുക്ക് ഇതുപോലുള്ള നാമങ്ങൾ ജപിക്കാം. ഇനി കുളിച്ചില്ല അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഈ നാമം ജപിക്കാം. മാർക്കണ്ഡേയനെ നമുക്കറിയാം. മരണത്തെ പോലും മാർക്കണ്ഡേയൻ തോൽപ്പിച്ചത് എങ്ങനെയാണ്? നമഃശിവായ മന്ത്രം കൊണ്ടാണ്. അപ്പോൾ നാമജപത്തിന് വലിയ ശക്തിയാണ്. ഈ നാമം ജപിക്കുമ്പം ചെറുതായിട്ട് നമുക്ക് നമ്മുടെ മുറിയിലിരുന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഉച്ചത്തിൽ ജപിക്കേണ്ട, നമ്മുടെ ചെവിയിൽ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമാണ്. കാരണം നമ്മുടെ ശരീരവും കൂടി ആ ശബ്ദം കേൾക്കുന്നു. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ഭയങ്കരമായ ഒരു ഉണർവ് നൽകുകയും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. അതല്ലാതെ നാമം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ കുറയുമെന്നോ അതല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് സമ്പൽ സമൃദ്ധിയാകുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും നടക്കണമെന്നില്ല. അങ്ങനെ നമ്മളെ ആ ദുരിതത്തിൽ കൂടിയൊക്കെ ഭഗവാൻ കൈ പിടിച്ച് നടത്തി അവസാനം നമുക്ക് ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് ഭഗവാൻ കൊണ്ടുവന്നെത്തും. ഒരു വലിയ ദുരന്തം ഉണ്ടായി, നമുക്കത് നീന്തിക്കടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? പക്ഷേ ഭഗവാൻ അവിടെ ഒരു കച്ചിത്തുരുമ്പ് പോലെ നമ്മുടെ മുമ്പിൽ വന്നു നിന്നാലോ? അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ കഥകൾ പഠിക്കുമ്പോൾ, മഹാഭാരതവും രാമായണവും ഒക്കെ പഠിക്കുമ്പോൾ ഭക്തരെ ഭഗവാൻ രക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദുഃഖമില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ഒരാൾ പോലും ദുഃഖിക്കാത്തവരില്ല. നമുക്ക് തോന്നും അവർക്ക് ദുഃഖമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ദുഃഖവും സുഖവും ഒക്കെ ഇടകലർന്നത് തന്നെയാണ് ജീവിതം. ആ ദുഃഖത്തിലൂടെ നമ്മളെ മുമ്പോട്ട് ഭഗവാൻ കൈപിടിച്ച് നയിച്ച് അവസാനം ഇതാണ് നമുക്ക് വിധിച്ചിരിക്കുന്നത്, ഇതാണ് നമ്മുടെ സന്തോഷം എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാമജപം ചെയ്യുക തന്നെ വേണം. നമ്മുടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് സന്തോഷമുണ്ടാകണമെങ്കിൽ, നമുക്ക് ഒരു ഉണർവുണ്ടാകണമെങ്കിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം?
നാമം ജപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൃത്യമായി ആഹാരം കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതുമാത്രം പോരാ, അവർ നന്നായി വളരണം, അവർക്ക് നല്ല ജീവിതം ഉണ്ടാകണം, അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കണം. അതൊക്കെ നമുക്ക് വേണം. അതിന് വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കുഞ്ഞുങ്ങൾക്ക് ആഹാരം നല്ലതായി കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുത്താൽ മാത്രം പോരാ. ഒരമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം, അവരുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ നാമം ജപിച്ചു തുടങ്ങുക. കൃത്യസമയം പാലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് സമയം ഒരു ദിവസം നാമജപത്തിനായി നമ്മൾ മാറ്റിവെക്കുക. കൃത്യമായി നമ്മൾ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ മാനസികമായ കരുത്തിനും നമുക്ക് മുമ്പോട്ട് നയിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ വിചാരിച്ച് ഒരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ഇതൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യമാണ് എന്ന് നമുക്ക് തോന്നാം. അങ്ങനെയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക? നാമം ജപിക്കുക. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോഴെങ്കിലും ഇതൊരു സ്വാർത്ഥതയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിരിക്കണം എന്നൊരു അമ്മയ്ക്ക് തോന്നുന്നത് സ്വാർത്ഥതയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പോലും നാമം ജപിക്കണം. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നാമം ജപിക്കാൻ തുടങ്ങും അല്ലേ? എൻ്റെ കുഞ്ഞിന് നന്നായി ആഹാരം കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നന്നായി പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ നമ്മൾ കൃത്യമായി ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒരു സ്വാർത്ഥതയോടുകൂടി തീരുമാനിച്ചാൽ എപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഒരു സമയം കണ്ടെത്തും. അത് രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്കായിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, ഇനി പാതിരാത്രിക്കായിക്കോട്ടെ, എപ്പോഴാണെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരു 10 മിനിറ്റ് സമയം, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പെങ്കിലും ഒരു 10 മിനിറ്റ് സമയം നമ്മൾ നാമം ജപിക്കണം. വലിയ വലിയ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധമായി കുളിച്ച് വൃത്തിയായിട്ടിരുന്ന്, ഇപ്പോൾ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കണമെങ്കിൽ അതിൻ്റേതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് നമ്മളതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ലളിതാ സഹസ്രനാമം ജപിക്കണം, വിഷ്ണു സഹസ്രനാമം ജപിക്കണം, ഇങ്ങനെയൊക്കെ. അതല്ലാതെ ഇതുപോലെ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രമോ അതല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിക്കുന്നതിനൊന്നും തന്നെ ഒരു സമയമൊന്നും നമ്മൾ നിശ്ചയിക്കേണ്ട. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ജപിക്കാം. അപ്പം നാമജപം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക. തീർച്ചയായിട്ടും ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.